നിലവിൽ യുകെയിലുള്ളവർക്ക് ഈ നിയമം ബാധകമാകും എന്ന് പറയുന്നത് അനീതിയാണ്. ഒരു ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറ്റത്തിന് തുല്യമായിരിക്കും എന്നും പലരും പറയുകയുണ്ടായി. ഈ നിയമം നിലവിൽ വരികയാണെങ്കിൽ ഏകദേശം 46,000-ഓളം നഴ്സുമാർ യുകെ വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് നഴ്സുമാരുടെ സംഘടനയായിട്ടുള്ള RCN അറിയിച്ചതായിട്ട് MP-മാർ പലരും പറഞ്ഞു. അതായത് നഴ്സുമാരെ നേരിട്ട് ഇത് ബാധിക്കില്ല എങ്കിൽ കൂടി 46,000-ഓളം നഴ്സുമാർക്ക് യുകെ വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയൊരു ഹ്യൂജായിട്ടൊരു ഇഷ്യൂ ആണ് ഈ ഒരു നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഉണ്ടാവാൻ പോവുക. ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ യുകെക്ക് വലിയ രീതിയിൽ നഷ്ടമാണ് സംഭവിക്കാൻ വേണ്ടി പോവുക എന്നും MP-മാർ പലരും പറയുകയുണ്ട്. അതേപോലെ പുതിയ നിയമപ്രകാരം ഉയർന്ന സാലറിയുള്ള 50,270 പൗണ്ടിന് മേലെ സാലറിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും 5 വർഷത്തിൽ ILR ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നഴ്സുമാർക്ക് ലഭിക്കും, ടീച്ചേഴ്സിന് ലഭിക്കും. അതേപോലെ 50,270 പൗണ്ട് ഇയർലി സാലറിയുള്ള ആൾക്കാർക്കും ലഭിക്കും. അതേപോലെ അതിനുമേൽ ഉയർന്ന സാലറിയുള്ള ആൾക്കാർക്ക് 3 വർഷം കൊണ്ട് ILR ലഭിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രപ്പോസൽ ഉള്ളത്. അപ്പോൾ ഇതിനെതിരെ ഈ വിവേചനം തെറ്റാണ് എന്നും സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതല്ല എങ്കിൽ ഹെൽത്ത് സെക്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അസുഖബാധിതരായിട്ടുള്ള ആൾക്കാർ പരിരക്ഷിക്കുന്ന കെയർ വർക്കേഴ്സിനോട് ഈ ഒരു അനീതി അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന അവർക്ക് 15 വർഷവും അതല്ലാത്തവർക്ക് 3 വർഷവും എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും പല MP-മാർ പറയുകയുണ്ടായി.